കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം. വയനാട്ടിലെ ദുരന്തം നടന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ. അവിടെ വീട് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അതുകൂടാതെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. നമുക്കൊരിക്കലും ഈ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്നാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അവർക്ക് നൽകാൻ കഴിയും. കേരളത്തിൽ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ദുരന്തം വന്നപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒട്ടനവധി പേര് പൈസ കൊടുക്കാറുണ്ട്. ഈ പൈസ എവിടെയാണ് പോകുന്നത് എന്നൊരു ചോദ്യമാണ് നമ്മുടെ അഖിൽ മാരാർ ചോദിച്ചത്. ഇതിനെതിരെയാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ അഖിൽ മാരാർ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പൈസ കൊടുക്കരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദുരിത മേഖലയിൽ ഉൾപ്പെടുന്നവർക്ക് ഒരു 3 വീട് അദ്ദേഹം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഉന്നയിച്ചത്. അത് പൊതുജനങ്ങൾക്ക് എല്ലാം അറിയേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം നമ്മുടെ ദുരിതാശ്വാസത്തിലേക്ക് വരുന്ന പണത്തിന്റെ വിനിയോഗം അത് എങ്ങനെയാണ്, അത് എപ്രകാരമാണെന്നുള്ള ചോദ്യമാണ്. അതിനൊരു സത്യസന്ധത വേണം. കാരണം ഒരുപാട് പാവപ്പെട്ടവരൊക്കെ ഇതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായിട്ട് ഗവൺമെന്റ് പുറത്തുവിട്ടാൽ ഒരിക്കലും ആരും ചോദ്യം ചെയ്യില്ല. ചില അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ചിലർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതൊരിക്കലും പോലീസിനെയോ മുഖ്യമന്ത്രിയോ തരം താഴ്ത്തി പറയാൻ കരുതി അല്ല ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും, പ്രത്യേകിച്ച് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും വരവ് ചിലവ് കണക്കുകൾ പൊതുജനങ്ങളുടെ മുന്നിൽ കൊടുക്കേണ്ട ബാധ്യത ഏത് സംഘടനയ്ക്കുമുണ്ട്. ഇത് തന്നെയാണ് അഖിൽ മാരാറും കുറച്ച് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പൈസ, വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി പറയണമെന്നൊക്കെ. ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ ആർക്കും അനുവാദമുണ്ട്. ഒരു ക്രിട്ടിസൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രവർത്തനവും അത് ഒരു സയന്റിഫിക് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാണ്ട് കേസെടുത്ത് ശബ്ദിക്കുന്നവരെ വാ അടപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് പക്കാ രാജ്യഭരണമാണ്. ജനാധിപത്യമെങ്കിൽ ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ അധികാരികൾ ബാധ്യസ്ഥരാണ്. അവിടെ ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ അത് കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കാനും അധികാരികൾ ബാധ്യസ്ഥരാണ്.